നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിനക്ക് ഈ ജന്മം കുട്ടികൾ ഉണ്ടാവില്ലാന്ന് ഇവിടെ ഇപ്പൊ ആർക്കാ അറിയാത്തത്? നിന്നെ പരിശോധിച്ച ഡോക്ടർമാര് തന്നെ അതിനുള്ള സർട്ടിഫിക്കറ്റും തന്നിട്ടുണ്ട്. അത് ഈ വീട്ടിലെല്ലാരും കണ്ടിട്ടുള്ളതാണല്ലോ. പിന്നെങ്ങനെയാ നീ അമ്മയായത്? നിർത്ത. 10 മാസം വയറ്റിൽ ചുമന്നതുകൊണ്ട് ഒരു സ്ത്രീയും ഇതുവരെ അമ്മയായിട്ടില്ല. അതിന് കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം, അതിനെ താരാട്ട് പാടി ഉറക്കണം. സ്വന്തം കുഞ്ഞിന്റെ കയ്യോ കാലോ വളരുന്നത് നോക്കി ഓരോ നിമിഷം ജീവിക്കുന്നവരാ അമ്മമാര്. അല്ലാതെ ജന്മം കൊടുത്തതുകൊണ്ട് മാത്രമേ അമ്മയാകൂ എന്നൊന്നുമില്ല. കർമ്മം കൊണ്ടും അമ്മയാവാൻ പറ്റും. എന്നെ ഇത്രയും കുറ്റം പറയുന്ന നിങ്ങൾക്ക് ഇതുവരെ അമ്മയാവാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ എന്താ ഇതുവരെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാതിരുന്നേ? അതിന്റെ പേരില് ഇന്ന് വരെ ഈ വീട്ടിൽ ആരെങ്കിലും ഒരു വാക്കുണ്ടെങ്കിലും നിങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിന്റെ പേരിലാ നിങ്ങൾ ഇങ്ങനെ എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നേ? ഇത് നല്ല കഥയായി. നിന്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചുന്നോ? ആരായി കള്ളമൊക്കെ പറഞ്ഞു തന്നത്? ഒരു പൊടിക്കുഞ്ഞിനെ ദ്രോഹിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാ? കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. എന്റെ കുഞ്ഞിനെ വെള്ളത്തിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചത് നിങ്ങളല്ലേ? കുഞ്ഞിന്റെ അരികിൽ നിങ്ങൾ നിൽക്കുന്നത് കണ്ടവരുണ്ട്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഞാൻ കുഞ്ഞിനെ വെള്ളത്തിലെടുത്തിട്ട് കൊല്ലാൻ നോക്കിന്നോ? പിന്നെ നീ വളർത്തുന്ന കുഞ്ഞല്ലേ, ഏത് വെള്ളത്തിലിട്ടാലും അത് നീന്തി കരയിൽ കയറിക്കോളൂ. അല്ലാതെ അത്ര പെട്ടെന്നൊന്നും ചാവാൻ പോകുന്നില്ല. ഒരു കാര്യം കൂടി നീ ഓർത്തോ, ആ കുഞ്ഞ് ഒരുപാട് കാലം ദീർഘായുസോടെ ഈ വീട്ടിൽ ജീവിക്കുന്ന നീ കരുതണ്ട. അധിക നാള് അത് നിന്റെ കയ്യിലും ഉണ്ടാവില്ല. നീ എന്ത് കരുതി? എവിടെ നിന്നും ഒരു ദരിദ്രവാസിയുടെ കുഞ്ഞിനെ കൊണ്ട് വളർത്തിയിട്ട് അമ്മ വേഷം കെട്ടാന്നോ? എന്നിട്ട് ഈ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട സ്വത്തുക്കൾ ആ കുഞ്ഞിന്റെ പേരിൽ എഴുതി വെക്കാന്നോ? നടക്കില്ല. ഞാനിവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് ഞാൻ സമ്മതിക്കില്ല. നെല്ലിശ്ശേരിയിൽ ഈ കുഞ്ഞ് അത് വളരാനും ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ഉറപ്പായി നിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് നിങ്ങൾ തന്നെയാ. ആണെങ്കിൽ നീ കൂടെ കേസ് കൊടുക്ക. മര്യാദയ്ക്ക് എന്നെ വിടാനാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ ഒരു പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോവില്ല. അല്ലാതെ തന്നെ നിങ്ങളെ നിലയ്ക്ക് നിർത്താൻ എനിക്കറിയാം. ഇനി മേലിൽ നിന്റെ കുഞ്ഞിന്റെ 7 അയലത്ത് വന്നോണ്ടല്ലോ, ജീവനോടെ ഞാൻ നിങ്ങളെ ഈ മുറിയിൽ കെട്ടി തൂക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.